ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കണ്ണ് ചൊറിച്ചിൽ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മൾ തിരക്കിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്തോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്കെല്ലാം ആണെങ്കിൽ തന്നെയും ഇടയ്ക്ക് കണ്ണ് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി ഇരിക്കേണ്ട ഒരു അവസ്ഥ. പലപ്പോഴും കണ്ണ് നമ്മൾ കൈകൊണ്ട് തിരുമ്മി കഴിഞ്ഞാൽ കണ്ണ് ചുമന്ന് വരിക, കണ്ണിന് നീറ്റൽ വരിക, ഇറിറ്റേഷൻ വരിക, ഇത് കണ്ണ് ചൊറിച്ചിൽ വരുന്ന ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇത് നമുക്ക് സ്ത്രീകൾക്കെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ല. കൊച്ചു കുട്ടികളിൽ കാണാം, വയസ്സായവരിലും ചെറുപ്പക്കാരിലും എല്ലാം ഇത് കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ തിരക്കേറിയ ജോലിയിൽ നമ്മൾ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സമയത്ത് കണ്ണിന് വരുന്ന ഇറിറ്റേഷൻ കാരണം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ കണ്ണ് ചൊറിച്ചിൽ വിട്ടുമാറാതെ വരുന്നതെന്നും നമ്മൾ ഈ ചൊറിച്ചിൽ വരാതിരിക്കാനും വന്നവർക്ക് ഇത് മാറ്റാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ വിശദീകരിക്കാം. സിമ്പിൾ ആണെങ്കിലും ഈ ഇൻഫർമേഷൻ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കണ്ണിന് ചൊറിച്ചിൽ ഇറിറ്റേഷൻ വരുന്നതിൻ്റെ കാരണം സീസണലായിട്ടുള്ള അലർജിയാണ്. നിങ്ങൾക്കറിയാം, തുമ്മൽ, ജലദോഷം, മൂക്കടപ്പ്, ചെവി ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, ഇങ്ങനെ അലർജിയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ പലർക്കും ഈ കണ്ണ് ചൊറിച്ചിൽ ഉണ്ടാകുന്നത്. പലപ്പോഴും തുമ്മലും ജലദോഷവും വരുന്നവർക്ക് അതോട് അനുബന്ധിച്ച് ഇത് വരാറുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നു, പെട്ടെന്ന് തണുത്ത ക്ലൈമറ്റ് വരുന്നു. ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എപ്പോഴും തുമ്മലും കണ്ണ് ചൊറിച്ചിലും അനുഭവപ്പെട്ടു വരാം. ചിലർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും തണുത്തൊരു ഭാഗത്തേക്ക്, ബാംഗ്ലൂരിലേക്കോ ഗൾഫിലേക്കോ എല്ലാം പോകുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണ് ചൊറിച്ചിലും ഇറിറ്റേഷനും വന്നു എന്ന് വരാം. ഈ സീസണൽ അലർജി കൊണ്ട് വരുന്ന കണ്ണ് ചൊറിച്ചിൽ എപ്പോഴും നമുക്ക് ജലദോഷമോ മൂക്കൊലിപ്പോ തുമ്മലോ ആയിട്ടോ ബന്ധപ്പെട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. ഇനി കണ്ണ് ചൊറിച്ചിലുണ്ടാക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോണ്ടാക്റ്റ് അലർജിയാണ്. അതായത് കണ്ണുമായിട്ട് ടച്ചിൽ വരുന്ന, അതായത് കണ്ണുമായിട്ട് സ്പർശനത്തിൽ വരുന്ന ഏതെങ്കിലും വസ്തു നമുക്ക് അലർജി, ആ ഒരു ഭാഗത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് ഒരുപാട് പേരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന കണ്ണ് ചൊറിച്ചിലിൻ്റെ കാരണം. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ മുഖത്തിടുന്ന പൗഡർ, അല്ലെങ്കിൽ കണ്ണിലിരുന്ന ഏതെങ്കിലും കണ്ണിൻ്റെ ഐ ലൈനേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ണിലെഴുതുന്ന കളർ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ കൺപീലിക്ക് ചേർന്ന കളർ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പലപ്പോഴും മുഖത്തിന് വേണ്ടി ചെയ്യുന്ന മേക്കപ്പുകൾ അലർജി ഉണ്ടാക്കിയെന്ന് വരാം. മുഖത്ത് തൊടാതെ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് പൊടി അലർജി ഉണ്ടെങ്കിലോ പുകയുടെ അലർജി ഉണ്ടെങ്കിലോ, ചിലർക്ക് സിഗരറ്റിൻ്റെ പുകയുടെ അലർജി. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുള്ള ഒരു റൂമിൽ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് കണ്ണിന് ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയെന്ന് വരാം. ഇതല്ലാതെ പോളൻ ഗ്രെയിൻസ് ഉണ്ട്, അതായത് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് റബ്ബർ തോട്ടം ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ നിന്ന് വരുന്ന പൂമ്പൊടി, അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ നമ്മുടെ ചില വീടുകൾക്കകത്ത് നനവ്, ഇപ്പം മഴയെല്ലാം വരുമ്പോൾ ചുവരിനകത്ത് നനവ് പിടിക്കത്തില്ലേ, അവിടെ വരുന്ന ചെറിയ ഇനം പൂപ്പലുകൾ, ഇതെല്ലാം തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ണിനകത്ത് ഈ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, കണ്ണിന് അലർജി ക്രിയേറ്റ് ചെയ്തു എന്ന് വരാറുണ്ട്. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സോപ്പ്, ഷാംപൂ, അതേപോലെ അവർ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ക്ലീൻസിങ് ഏജൻസ്, സ്പ്രേയിലെ പെർഫ്യൂംസ്, ഇതെല്ലാം ഇത്തരത്തിൽ കണ്ണിന് അലർജി ക്രിയേറ്റ് ചെയ്തു വരാം. കൊച്ചുകുട്ടികളെല്ലാം പലപ്പോഴും കുളിപ്പിക്കുന്ന സമയത്ത് കണ്ണിലെ സോപ്പ് പത പോയിട്ട് കണ്ണ് സ്ഥിരം ചൊറിച്ചിലും ഇറിറ്റേഷനും വരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും ഈ കണ്ണിന് ചൊറിച്ചിൽ വിട്ടുമാറുന്നില്ല, അലർജി എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണുമ്പോൾ ഒരിക്കലും ഇത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് തുടങ്ങുന്നതെന്ന് പലരും ചിന്തിക്കാറില്ല. ഇനി ചിലരിലെ കണ്ണിൽ വരുന്ന ചില ഇൻഫെക്ഷൻസ് കണ്ണ് ചൊറിച്ചിൽ വിട്ടുമാറാതെ വരുന്നതിൻ്റെ തുടക്കമാകാറുണ്ട്. ഉദാഹരണത്തിന്, ചിലർക്ക് വരുന്ന ചെങ്കണ്ണ് ബാക്ടീരിയലാകാം, വൈറലാകാം, ഇല്ലെങ്കിൽ കണ്ണിന് ബാധിക്കുന്ന എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ആകാം. ഇത് നമുക്ക് വിട്ടുമാറാതെ ചൊറിച്ചിലുണ്ടാക്കുന്ന വരാം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ചെങ്കണ്ണ് ബാക്ടീരിയലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ 2-3 ദിവസം കൊണ്ട് കണ്ണിൽ വരും. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊരു മരുന്ന് വാങ്ങി ഒഴിച്ചു കഴിഞ്ഞാൽ അത് മാറുകയും ചെയ്യും. എന്നാൽ വൈറൽ ചെങ്കണ്ണുണ്ട്, നമ്മൾ മദ്രാസ് ഐ എന്നൊക്കെ വിളിക്കുന്നത്, ഇപ്പോൾ പലരിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ്. കണ്ണിന് ചെറിയ ഒരു ഇറിറ്റേഷൻ പോലെ തുടങ്ങും, ക്രമേണ ചുവപ്പ് നിറമാവും, അതോടൊപ്പം തലവേദന, ചെറിയ പനിയോടുകൂടി വന്നിട്ട് ഈ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് തുടങ്ങിക്കഴിഞ്ഞാൽ പലർക്കും ഒരാഴ്ച മുതൽ 1 മാസം വരെ ഇതിൻ്റെ ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് നീണ്ടു നിന്നു വരാം. ഇത്തരക്കാരിൽ ഈ ബാക്ടീരിയൽ അപേക്ഷിച്ചിട്ട് വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് വരുന്ന, വൈറൽ ചെങ്കണ്ണ് വരുന്ന ആൾക്കാർക്ക് അത് കഴിഞ്ഞിട്ട് ഈ ഒരുപക്ഷെ കണ്ണിന് ഡ്രൈനെസ്, കണ്ണിന് അലർജി, കണ്ണിന് ചൊറിച്ചിൽ വിട്ടുമാറാതെ ഒന്നും വരാം. ചിലരിൽ കണ്ണിൽ വരുന്ന ചില ഇനം ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കാൻഡിഡ ഇൻഫെക്ഷൻസ്, മൈക്കോട്ടിക് ഇൻഫെക്ഷൻസ്, ഇതെല്ലാം തന്നെ കണ്ണിന് ഇത്തരത്തിൽ ചൊറിച്ചിലും ഇറിറ്റേഷൻസും ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. ഇനി കണ്ണ് ചൊറിച്ചിലുണ്ടാക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കണ്ണിന് വരുന്ന ഡ്രൈനെസ്. നിങ്ങൾക്കറിയാം, കണ്ണിന് നോർമലി നമുക്ക് കണ്ണുനീരെന്ന് പറയുന്ന ഒരു വസ്തുവാണ്. നമ്മളിങ്ങനെ കണ്ണ് ചിമ്മുന്ന സമയത്ത് കണ്ണിൻ്റെ വശത്തു നിന്നും എല്ലാ ഭാഗത്തേക്കും കണ്ണുനീര് വന്ന് കണ്ണിനെ കഴുകി പോകുന്നുണ്ട്. നമ്മൾ 1 മിനിറ്റിൽ ഏകദേശം 25 തവണ ഇങ്ങനെ കണ്ണ് ചിമ്മുന്നുണ്ട്. ഇങ്ങനെ കണ്ണ് ചിമ്മുമ്പോൾ
ഓരോ തവണയും ഈ കണ്ണുനീര് വന്ന് കഴുകി പോകുന്നുണ്ട്. ഇതാണ് കണ്ണിനെ നീറ്റാക്കി നിർത്തുന്നത്. നമുക്ക് ഈ കണ്ണുനീരിനകത്ത് അത് വെറും വെള്ളമല്ല കേട്ടോ, അതിനകത്ത് ഈ ബാക്ടീരിയ നശിപ്പിക്കുന്ന, പൊടിയുടെ അളവ് കുറയ്ക്കുന്ന, അലർജിക് റിയാക്ഷൻ കുറയ്ക്കുന്ന ഒരുപാട് ലൈസോസൈംസ്, എൻസൈംസ് ഇതെല്ലാം തന്നെ കണ്ണുനീരിലുണ്ട്. അതുകൊണ്ടാണ് കണ്ണുനീരിനൊരു ചെറിയ ഉപ്പുരസം അനുഭവപ്പെടുന്നത്. ഈ കണ്ണുനീരിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഏതൊരവസ്ഥയും നമുക്ക് കണ്ണിന് ചൊറിച്ചിൽ ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. വളരെ കോമൺ ആയിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തുടർച്ചയായിട്ട് നോക്കിയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ടി വിയിലേക്ക് വളരെ ശ്രദ്ധയോടുകൂടി നമ്മളൊരു സിനിമ കാണുന്നു, ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മൾ സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കത്തില്ല. അത്രയും സൂക്ഷ്മതയോടുകൂടിയായിരിക്കും നമ്മൾ ഈ കമ്പ്യൂട്ടർ ഗെയിംസോ വീഡിയോ ഗെയിംസോ എല്ലാം കളിക്കുന്നത്. അതേപോലെ തന്നെ മൊബൈലിൽ നമ്മൾ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ കണ്ണ് ചിമ്മുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് വിട്ടുപോകും. ഇങ്ങനെ കണ്ണ് ചിമ്മാൻ മറന്നു പോകുമ്പോൾ കണ്ണിനകത്ത് ഡ്രൈനെസ് കൂടുതൽ വന്നു വരാം, കണ്ണ് ഡ്രൈ ആയി പോയി വരാം. ഡ്രൈ ആയി പോകുമ്പോൾ കണ്ണിൻ്റെ വശങ്ങൾ ചെറിയ ഇറിറ്റേഷൻ വരും, നമ്മൾ കണ്ണ് തിരുമ്പും. ഇത് കണ്ണിന് ക്രമേണ ആ ഭാഗത്ത് ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുകയും ചൊറിച്ചിൽ വരികയും ചെയ്യുന്നു. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നോക്കിയിരുന്നാൽ മാത്രമല്ല കേട്ടോ സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മളിപ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുന്നു, നമുക്ക് കണ്ണിന് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, കാറ്റ് ഓവറായിട്ട് കണ്ണിൽ തട്ടിക്കഴിഞ്ഞാലും നമുക്ക് കണ്ണിന് ഡ്രൈനെസ് വരികയും കണ്ണ് ചൊറിച്ചിൽ അനുഭവപ്പെട്ടു എന്ന് വരാം. മാത്രമല്ല നമ്മൾ AC റൂമിനകത്തിരിക്കുന്ന സമയത്ത് AC നിങ്ങൾക്കറിയാം, നമ്മുടെ മുറിക്കകത്തുള്ള എയറിനെ വലിച്ചെടുത്ത് ഫിൽറ്റർ ചെയ്ത് കുറച്ച് തണുപ്പിച്ചാണ് തിരിച്ച് മുറിയിലേക്ക് ഈ എയറിൽ നിന്നും ഈ AC-യിൽ നിന്നും ബ്ലോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മുറിക്കകത്ത് കോൺസ്റ്റന്റ് ആയിട്ട് തണുത്ത എയർ നിൽക്കുന്ന സമയത്ത് അത് ആ മുറിക്കകത്ത് ഡ്രൈനെസ്, വരൾച്ച ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കലി ഡ്രൈ ആവാനും കാരണമാകും. തുടർച്ചയായിട്ട് AC റൂമിനകത്ത് ജോലി ചെയ്യുന്നവർ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോർപ്പറേറ്റ് സെക്ടറിലോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തിയേറ്ററിനകത്തെല്ലാം പതിവായിട്ട് ജോലി ചെയ്യേണ്ട ആൾക്കാർക്കെല്ലാം കണ്ണ് അമിതമായിട്ട് ഡ്രൈ ആകുന്ന ഒരവസ്ഥ, കണ്ണ് ചൊറിച്ചിൽ, കണ്ണ് ഇറിറ്റേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി ചില രോഗങ്ങളുടെ ഭാഗമായിട്ടും നമുക്ക് കണ്ണിന് ചൊറിച്ചിൽ, ഈ കണ്ണിന് ഡ്രൈനെസ്സും ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പ്രമേഹ രോഗമാണ്. പ്രമേഹ രോഗം കൺട്രോൾ അല്ലാതെ നിൽക്കുന്നവർക്കും കണ്ണിനെയും പ്രശ്നം വരാം. മറ്റു ചിലർക്ക് ഈ ചില ഇനം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ തന്നെ മറ്റു അവയവങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള, ആസ്മ പോലുള്ള രോഗങ്ങളുള്ളവർക്കും ഈ കണ്ണ് ചൊറിച്ചിൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് കണ്ണ് ഡ്രൈനെസ്സും ചൊറിച്ചിലും അനുഭവപ്പെട്ടു എന്ന് വരാം. മാത്രമല്ല നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ടെൻഡൻസി, വരണ്ട ചർമ്മത്തിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിലോ, തലയിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ്, താരൻ പോലുള്ള അമിതമായിട്ട് പറ്റിപ്പിടിക്കുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസില്ല, ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവർക്കോ സോറിയാസിസ് ഉള്ളവർക്കോ അതിനോട് അസോസിയേറ്റ് ചെയ്ത് കണ്ണിലേക്ക് ചൊറിച്ചിൽ വരുന്നത് കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും തലയിൽ അമിതമായിട്ട് താരൻ വന്നു, നെറ്റിയിൽ കുരുക്കൾ വരുന്നു, ചെവി ചൊറിച്ചിൽ വരുന്നു, കണ്ണ് ചൊറിച്ചിൽ മാറുന്നില്ല എന്നെല്ലാം പലരും പറയുന്നത് ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് പലപ്പോഴും കണ്ണിൻ്റെ ഭാഗത്തേക്ക് വന്ന് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതല്ലാതെ നിങ്ങൾ കഴിക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് കൊണ്ടും നിങ്ങൾക്ക് കണ്ണ് ചൊറിച്ചിൽ അനുഭവപ്പെട്ടു എന്ന് വരാം. ചില ഇനം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകളോ, ഇല്ലെങ്കിൽ ചില ഇനം BP-ക്ക് കഴിക്കുന്ന മരുന്നുകളോ, ഇല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതായത് ഗർഭനിരോധന ഗുളികകളോ നിങ്ങൾക്ക് ചൊറിച്ചിൽ ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. ചിലർ ഇപ്പോൾ ജലദോഷം വരുമ്പോഴോ അല്ലെങ്കിൽ ശരീരത്തിലെ ഫ്ലൂയിഡ്സ്, ഇപ്പോൾ മൂക്കൊലിപ്പോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷന് നിങ്ങൾ ഈ മൂക്കടപ്പൊക്കെ മാറുന്നതിന് വേണ്ടി ചില ഇനം ഗുളികകൾ കഴിക്കത്തില്ലേ? ഈ ഗുളികകൾ കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത് മൂക്കിൽ നിന്നുള്ള ഡിസ്ചാർജുകളെ അങ്ങ് ഡ്രൈ ആക്കും, സ്റ്റോപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ മരുന്നുകൾ കണ്ണുകളെയും ഡ്രൈ ആക്കി എന്ന് വരാം. അതും നിങ്ങൾക്ക് വിട്ടുമാറാതെ കണ്ണ് ചൊറിച്ചിലും അലർജിയും ഉണ്ടാകുന്നതിന് കാരണമാണ്. ഇതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണ് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന ഘടകങ്ങൾ, ഇപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തുടർച്ചയായിട്ടിരുന്ന് ജോലി ചെയ്യുന്നവരോ, ഇരുട്ടുള്ള മുറിയിൽ മൊബൈലോ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറോ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്ന കൊച്ചുകുട്ടികൾക്കെല്ലാം തന്നെ കണ്ണ് ഇറിറ്റേഷൻസ് വരുന്നതിന് കാരണം അവർ ഇരുട്ടുള്ള മുറിക്കകത്തിരുന്നിട്ട് TV കാണുകയോ കമ്പ്യൂട്ടർ കാണുകയോ ചെയ്യുന്നത് കൊണ്ടാണ്. മാത്രമല്ല തുടർച്ചയായിട്ട് ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്കും കണ്ണിന് ഇറിറ്റേഷൻസ് കൊണ്ട്, അതായത് ഓവർ സ്ട്രെയിൻ കൊണ്ട് കണ്ണിന് ഒരുപക്ഷേ ഈ ഡ്രൈനെസ്സും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. ചിലർക്ക് കണ്ണിന് പവർ വ്യത്യാസം ഉണ്ടെങ്കിലും അവർക്ക് കണ്ണ് ചൊറിച്ചിൽ വരാം. അതായത് നിങ്ങൾക്ക് കണ്ണിന് വിഷൻ കറക്റ്റ് അല്ല, പവർ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള കണ്ണട ഉപയോഗിക്കുന്നില്ല, ലെൻസ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണുന്നതിന് കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. സ്ട്രെയിൻ ചെയ്യുന്നത് പലപ്പോഴും നിങ്ങളുടെ കണ്ണുകൾക്ക് ഇറിറ്റേഷനും കണ്ണ് ചൊറിച്ചിലും തുടങ്ങുന്നതിന് ഒരു അസുഖമായി വരുന്നതിന് കാരണമാകാറുണ്ട്. ചിലർക്ക് ഇപ്പോൾ കണ്ണട ആവശ്യമാണ്, നിങ്ങൾ എപ്പോഴും വയ്ക്കണമെന്ന് പറയുമ്പോൾ അവർ വായിക്കുന്നതിന് വേണ്ടി ജോലി ചെയ്യുന്ന സമയത്തോ മാത്രം കണ്ണട ഉപയോഗിക്കുന്നവരുണ്ട്. ഇത്തരക്കാരെ അറിയുന്നില്ല നിങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രെയിനാണ് നിങ്ങൾ TV കാണുകയോ അല്ലെങ്കിൽ TV-യിൽ സീരിയൽ കാണുകയോ എല്ലാം ചെയ്യുന്നതെന്ന്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കണ്ണട ഉപയോഗിക്കാതെ നിങ്ങൾ
TV കാണുകയോ അല്ലെങ്കിൽ യാത്ര പോവുകയോ കണ്ണിന് സ്ട്രെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ണിന് ഇറിറ്റേഷനും കണ്ണ് ചൊറിച്ചിലും മറ്റ് ബുദ്ധിമുട്ടുകളും തുടങ്ങുന്നതിന് കാരണമാകാറുണ്ട്. ഇനി ഇത്തരത്തിൽ കണ്ണിന് ഇറിറ്റേഷൻ വിട്ടുമാറാതെ കണ്ണ് ചൊറിച്ചിൽ വന്നാൽ ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ഏത് രോഗം കൊണ്ടാണോ നിങ്ങൾക്ക് കണ്ണ് ചൊറിച്ചിൽ ഉണ്ടാകുന്നത് അതിനെ പരിഹരിക്കുക. നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കണ്ണ് ചൊറിച്ചിൽ, കണ്ണ് ഡ്രൈനെസ് അല്ലെങ്കിൽ കണ്ണ് ഇറിറ്റേഷൻ വരുന്നതിന് കാരണമാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നോക്കുക. ഇനി ഇതോടൊപ്പം വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം, കണ്ണിന് ഇറിറ്റേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണ് കഴിയുന്നത്ര തിരുമാതിരിക്കുക. നിങ്ങൾ വിരലുകൾ കൊണ്ടോ അല്ലെങ്കിൽ കിട്ടുന്ന വസ്തുക്കൾ കൊണ്ടോ കണ്ണിൽ നിങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ണിൻ്റെ സൈഡിലുള്ള ചെറിയ കോശങ്ങൾക്ക് കേടുവരുത്തുകയും അവിടെ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാൻ കാരണമാകുകയും ചെയ്യും. കണ്ണിന് ചൊറിച്ചിലുള്ളതിൽ ഒരുപാട് പേർക്ക് കൺകുരു വിട്ടുമാറാതെ കണ്ണിൻ്റെ വശങ്ങളിൽ കുരു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഇതിന് കാരണം നിങ്ങൾ കൈകൊണ്ട് കണ്ണിൽ നടത്തുന്ന ഈ തിരുമൽ കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. രണ്ടാമത്തത്, നിങ്ങൾ ബോധപൂർവം കണ്ണ് ഇടയ്ക്ക് ചിമ്മാൻ ശ്രമിക്കുക. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചിമ്മുന്ന സമയത്ത് ഇത് കണ്ണിലുള്ള നമ്മുടെ കണ്ണ് നീര് പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കുലേറ്റ് ചെയ്യുന്നതിനും കണ്ണിൽ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വരൾച്ച ഡ്രൈനസും മാറുന്നതിന് സഹായിക്കും. മൂന്നാമത്തത്, നിങ്ങൾ ഒരു ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക. കാരണം നിങ്ങളുടെ കണ്ണുകളുടെ വരൾച്ച ഡ്രൈനസ് മാറ്റുന്നതിന് ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക, ജലാംശം കൂടുതൽ ഉൾപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് കണ്ണ് ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. നിങ്ങൾ കണ്ണ് കഴിയുന്നത്ര ഈ AC-യുടെ ഡയറക്റ്റ് ബ്ലോർ, അതായത് തണുത്ത കാറ്റ് നിങ്ങളുടെ കണ്ണിലേക്കോ മുഖത്തേക്കോ അടിക്കുന്ന രീതിക്ക് നിങ്ങൾ ഇരിക്കാതിരിക്കുക. പലപ്പോഴും നിങ്ങൾ ജോലി ചെയ്യുന്ന അന്തരീക്ഷത്തിൽ AC-യിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. പക്ഷേ മുഖത്തേക്ക് നേരിട്ട് തണുപ്പടിക്കുന്ന ഒരു അന്തരീക്ഷം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല, നിങ്ങൾ TV കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വായിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ലൈറ്റുള്ള ഒരു സോഴ്സ്, അതായത് ലൈറ്റ് പ്രകാശമുള്ള ഒരു ഭാഗത്ത് മാത്രമേ നിങ്ങൾ ഇരിക്കാൻ പാടുള്ളൂ. ഇത് നിങ്ങളുടെ കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് കണ്ണിന് ചൊറിച്ചിലോ ഇറിറ്റേഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ TV-യുടെയോ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിൻ്റെയോ കോൺട്രാസ്റ്റ്, അതിൽ നിന്നുള്ള ബ്രൈറ്റ്നസിൻ്റെ തീവ്രത നിങ്ങളൊരല്പം കുറച്ചിടാൻ ശ്രമിക്കുക. കണ്ണുകൾക്ക് ഒരു കൂൾ ഫീൽ കിട്ടും. പലപ്പോഴും മൊബൈലിലെല്ലാം തന്നെ നമുക്കൊരു റീഡിംഗ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു അല്പം ബ്രൈറ്റ്നസ് കുറഞ്ഞ ഒരു പ്രത്യേക മോഡ് നമ്മുടെ എല്ലാവരുടെയും മൊബൈലുകളിലുണ്ട്. നിങ്ങൾക്ക് കണ്ണ് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ, കണ്ണ് ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ആ റീഡിംഗ് മോഡ് ഓണാക്കി ഇടുക. കണ്ണിന് കുറച്ച് സ്ട്രെയിൻ കുറയാനായിട്ട് അത് സഹായിക്കും. ഇനി നിങ്ങൾക്ക് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണ് ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറയാം. എപ്പോഴും നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണ്ണിൽ നിങ്ങളൊരു 15 മിനിറ്റ് വർക്ക് ചെയ്തതിന് ശേഷം ഒരു 1 മിനിറ്റ് എങ്കിലും കണ്ണടച്ച് നിങ്ങൾ കണ്ണിന് റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇരു കൈപ്പത്തികളും നിങ്ങൾ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു 1 മിനിറ്റ് നിങ്ങളിങ്ങനെ വെച്ച് നോക്കുക. അതായത് കൈ പിടിക്കുന്ന സമയത്ത് കൈകൾക്ക് ചെറിയ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. അത് നിങ്ങളുടെ കൈകൾ ഒരല്പം ചൂടാകുന്നത് വരെ നിങ്ങൾ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുക. ഇത് കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാനും കണ്ണിൻ്റെ ഇറിറ്റേഷൻ കുറയ്ക്കാനും ഒരുപാട് സഹായിക്കും. ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന, വീട്ടിൽ ചെയ്യാവുന്ന ചില ഹോം റെമഡീസ്, ചില ഒറ്റമൂലികളുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളൊരു സാലഡ് വെള്ളരിക്കയില്ല, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ണിൻ്റെ മുകളിൽ ഇടയ്ക്ക് നിങ്ങൾ ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഇത് എത്ര സമയം വയ്ക്കണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സാലഡ് വെള്ളരിക്ക അരിഞ്ഞ് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ണിൻ്റെ മുകളിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യും. ഈ തണുപ്പ് എത്ര സമയം കൊണ്ട് മാറുന്നോ അത്രയും സമയം മാത്രം നിങ്ങൾ വെള്ളരിക്ക വച്ചാൽ മതിയാവും. വെള്ളരിക്കകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് കണ്ണിന് ഉണ്ടാക്കുന്ന ഈ ഒരു ഭാഗത്തുണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ഗ്രീൻ ടീയുടെ ബാഗ്സ് ഇല്ലേ, ഗ്രീൻ ടീയുടെ ബാഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞ് നല്ല നനവുള്ള ബാഗ്സ് നിങ്ങൾക്ക് കണ്ണിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ണ് അടച്ചു പിടിച്ചതിന് ശേഷം, കണ്ണ് തുറന്നിട്ടല്ല കണ്ണ് അടച്ചു പിടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വയ്ക്കാം. ഗ്രീൻ ടീക്കകത്ത് കാറ്റക്കിൻസ് ഇറങ്ങിയിട്ടുണ്ട്. കാറ്റക്കിൻസ് എന്ന് പറയുന്നത് ഒരു മികച്ച ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഒരു തണുപ്പ് ഫീലിംഗ് കിട്ടും. ഈ തണുപ്പ് ഫീലിംഗ് മാറുന്ന സമയം വരെ നമുക്ക് ഗ്രീൻ ടീയുടെ ബാഗ് കണ്ണിൻ്റെ മുകളിൽ വയ്ക്കാം. ഇതേപോലെ തന്നെ പാലില്ലേ, തണുത്ത പാല് നിങ്ങൾ പഞ്ഞിയിൽ മുക്കിയിട്ട് ഞെക്കി പിഴിഞ്ഞതിന് ശേഷം നിങ്ങളത് കണ്ണിൻ്റെ മുകളിലേക്ക് വെക്കുക. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ണുകൾക്ക് ഒരു സൂത്തനിങ് എഫക്റ്റ് കിട്ടുന്നതിന് സഹായിക്കുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ല് നിങ്ങൾക്ക് പഞ്ഞിയിൽ മുക്കിയിട്ട് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട്, പൊട്ടറ്റോ സ്ലൈസായിട്ട് അരിഞ്ഞ് നിങ്ങൾക്ക് കണ്ണിൻ്റെ മുകളിൽ, നമ്മൾ സാലഡ് വെള്ളരിക്ക വെച്ചതുപോലെ തന്നെ തണുപ്പ് കിട്ടുന്ന സമയം വരെ നിങ്ങൾക്ക് കണ്ണിൻ്റെ മുകളിൽ വയ്ക്കുക. ഇതെല്ലാം തന്നെ കണ്ണിനുണ്ടാകുന്ന ഇറിറ്റേഷനും ഡ്രൈനസും കുറയാനായിട്ട് സഹായിക്കും. കണ്ണുകൾക്ക് അമിതമായിട്ട് വരൾച്ച കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് കണ്ണിൽ ഒഴിക്കാവുന്ന
ഡ്രൈനെസ് കുറയ്ക്കാവുന്ന ഡ്രോപ്സ് ഇന്ന് മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭ്യമാണ്. ഇവ ഉപയോഗിക്കുന്നത് കണ്ണുകൾക്ക് വരുന്ന വരൾച്ച കുറയ്ക്കുന്നതിന് സഹായിക്കും. ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് വരുന്ന കണ്ണിൻ്റെ ഡ്രൈനെസ്സും കണ്ണിന് വരുന്ന ഇറിറ്റേഷനും ചൊറിച്ചിലും മാറ്റാനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഇന്ന് ലഭ്യമാണ്. നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ ഇറിറ്റേഷനും ഡ്രൈനെസ്സും ചൊറിച്ചിലും നമുക്ക് പൂർണ്ണമായിട്ടും കുറച്ചെടുക്കാൻ സാധിക്കും. സിമ്പിളാണെങ്കിലും ഒരുപാട് പേരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കണ്ണിനുണ്ടാകുന്ന ചൊറിച്ചിൽ. ഈ ഇൻഫർമേഷൻ നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഈ ഒരു ഇറിറ്റേഷനാണിത്. അവർക്ക് ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.